അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ ഒരു പുതിയ ധ്രുവീകരണം അടയാളപ്പെടുത്തിക്കൊണ്ട് റഷ്യയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച 25 ബില്യൺ ഡോളറിന്റെ ആണവ കരാർ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും ശക്തമായി തള്ളിക്കളയുന്ന ഒരു നീക്കമായി ശ്രദ്ധ നേടുകയാണ്. റഷ്യയുടെ സ്റ്റേറ്റ് എനർജി കോർപ്പറേഷനായ റോസോംടോം ഇറാനിൽ 4 പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചത് കേവലം ഒരു ഊർജ്ജ പദ്ധതി എന്നതിലുപരി ഇരു രാജ്യങ്ങളുടെയും ഊർജ്ജ പരമാധികാരവും ബഹുമുഖ ലോകക്രമത്തോടുള്ള പ്രതിബദ്ധതയും ഉറപ്പിക്കുന്ന ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണ്. റഷ്യയിൽ നടന്ന ആറ്റം എക്സ്പോ 2025 എക്സിബിഷനിൽ വെച്ചാണ് ഈ സുപ്രധാന കരാർ യാഥാർത്ഥ്യമായത്. റോസാറ്റം മേധാവി അലക്സി ലിഖാച്ചേവും ഇറാന്റെ ആണവോർജ്ജ സംഘടനാ തലവൻ മുഹമ്മദ് ഇസ്ലാമിയും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാർ സമാധാനപരമായ ആണവ സഹകരണത്തോടുള്ള ഇരു രാജ്യങ്ങളുടെയും അചഞ്ചലമായ വിശ്വാസ്യതയാണ് ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്നത്. തന്ത്രപരമെന്ന് റോസാറ്റം വിശേഷിപ്പിച്ച ഈ പദ്ധതി ആണവോർജ്ജ മേഖലയിലെ റഷ്യയുടെ ആഗോള മേധാവിത്വവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ദീർഘകാല ഊർജ്ജ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഇറാന്റെ ദൃഢനിശ്ചയവും വിളിച്ചോതുന്നുണ്ട്. നിലവിൽ ഇറാന് വൈദ്യുതി ഉൽപാദനത്തിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. രാജ്യത്തിന്റെ പീക്ക് ഡിമാൻഡ് സമയങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുത ക്ഷാമം വ്യാവസായിക വളർച്ചയെയും പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ സഹായത്തോടെയുള്ള പുതിയ ആണവ നിലയങ്ങളുടെ നിർമ്മാണം ഏറെ നിർണായകമാകുന്നത്. പുതിയ ജനറേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത് തെക്കുകിഴക്കൻ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ സിരിക് മേഖലയിലെ 500 ഹെക്ടർ സ്ഥലത്താണ്. ഇവ പൂർത്തിയാകുന്നതോടെ മൊത്തം 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നിലവിൽ റഷ്യ തന്നെ നിർമ്മിച്ചു നൽകിയ തെക്കൻ നഗരമായ ബുഷേഹറിലെ 1 ജിഗാവാട്ട് ശേഷിയുള്ള ഒരു ആണവ നിലയം മാത്രമാണ് ഇറാനിൽ പ്രവർത്തിക്കുന്നത്. ഈ കരാറോടെ ഇറാന്റെ മൊത്തം ആണവോർജ്ജ ശേഷിയിൽ 5 ഇരട്ടിയോളം വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ ലക്ഷ്യമിടുന്നത് ഇതിലും വലിയൊരു ഊർജ്ജ വിപ്ലവമാണ്. ഇറാന്റെ ആണവോർജ്ജ സംഘടനാ തലവൻ മുഹമ്മദ് ഇസ്ലാമിയുടെ പ്രസ്താവന പ്രകാരം 2040ഓടെ 20 ജിഗാവാട്ട് ആണവശേഷി കൈവരിക്കാൻ ലക്ഷ്യമിട്ട് 8 ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. ഊർജ്ജ മിശ്രിതത്തിൽ ആണവോർജ്ജത്തിന്റെ പങ്ക് ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അതുവഴി ഭാവിയിലെ ആവശ്യകതകൾ നിറവേറ്റാനും ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കരാറിന്റെ രാഷ്ട്രീയപരമായ പ്രാധാന്യം അതിന്റെ സമയക്രമം കൊണ്ട് തന്നെ വർദ്ധിക്കുന്നുണ്ട്. ഇറാനുമായുള്ള 2015 ആണവ കരാറിന്റെ സ്നാപ് ബാക്ക് സംവിധാനം യൂറോപ്യൻ പാർട്ടികൾ ആരംഭിക്കാൻ ശ്രമിക്കുകയും കരാറിലെ പ്രതിബദ്ധതകൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഓഗസ്റ്റിൽ ഉപരോധങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ സുപ്രധാന നീക്കം. പാശ്ചാത്യ ശക്തികൾ ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും വാളൊങ്ങുമ്പോൾ റഷ്യയുടെ തോളിൽ കൈകോർത്തുകൊണ്ട് ഇറാൻ തങ്ങളുടെ ഊർജ്ജ പരമാധികാരം ഉറപ്പിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ ഉപരോധ ശ്രമങ്ങളെ റഷ്യയും ചൈനയും ശക്തമായി എതിർത്തു. ജെസിപിഒയിലെ സ്നാപ് ബാക്ക് നടപടിക്രമം നിയമപരമായി അംഗീകരിക്കാനാകില്ലെന്ന് റഷ്യയിലെ UN പ്രതിനിധി പ്രസ്താവിക്കുകയുണ്ടായി. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് റഷ്യ വാദിച്ചു. കൂടാതെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയേക്കാവുന്ന ആക്രമണങ്ങളെ ജൂണിൽ റഷ്യ ശക്തമായി അപലപിച്ചിരുന്നു. മുഹമ്മദ് ഇസ്ലാമി RTക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ വിദേശ സമ്മർദ്ദങ്ങൾ എന്തുതന്നെയായാലും ഇറാൻ തങ്ങളുടെ സമാധാനപരമായ ആണവ പദ്ധതി തുടർന്ന് കൊണ്ടുപോകുമെന്നും തങ്ങൾക്ക് യാതൊരുവിധ ആണവായുധ നിർമ്മാണ ലക്ഷ്യങ്ങളും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രയേൽ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നുവെന്ന ആരോപണം ഉയർത്തുമ്പോഴും ഇറാൻ ആണവായുധ നിർമ്മാണ ലക്ഷ്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഈ കരാർ ആഗോളതലത്തിൽ നിരവധി രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നുമുണ്ട്. പരമ്പരാഗത പാശ്ചാത്യ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന റഷ്യ, ചൈന, ഇറാൻ അച്ചുതണ്ടിന്റെ ശക്തിപ്പെടലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉപരോധങ്ങളുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും മറികടക്കാൻ കഴിയുമെന്ന് ഇരു രാജ്യങ്ങളും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നുമുണ്ട്. അതോടൊപ്പം റഷ്യയുടെ സാങ്കേതിക വിദ്യയും ഇറാന്റെ ഊർജ്ജ ആവശ്യകതയും സംയോജിക്കുന്നതോടെ ആണവോർജ്ജ വിപണിയിൽ റോസാറ്റോമിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടും. ഇത് ആണവ സാങ്കേതിക വിദ്യാ വിതരണത്തിൽ പാശ്ചാത്യേതര ശക്തികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടാതെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അടിസ്ഥാന സൗകര്യം വികസനം നടത്താനും അമേരിക്കൻ ഉപരോധങ്ങളെ ഭയപ്പെടേണ്ടതില്ലെന്ന് തെളിയിക്കാൻ ഈ കരാർ മറ്റ് ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പ്രചോദനമായേക്കാം. ഈ കരാറിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. റഷ്യയുടെ പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ ഒരു പ്രധാന പങ്കാളിയായി തുടരാനുള്ള ശേഷി നൽകുന്നുണ്ട്. സമാധാനപരമായ ആണവോർജ്ജത്തിനായുള്ള ഈ 25 ബില്യൺ ഡോളർ കരാർ ഊർജ്ജ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനുള്ള മോസ്കോയുടെയും ടെഹ്റാന്റെയും പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമാണ്. ഇത് കേവലം ഒരു സാമ്പത്തിക ഇടപാട് എന്നതിലുപരി രാഷ്ട്രീയപരമായ വെല്ലുവിളികളെ തങ്ങളുടെ തന്ത്രപരമായ കൂട്ടുകെട്ടുകൊണ്ട് നേരിടാനുള്ള ഇരു രാജ്യങ്ങളുടെയും ശേഷിയെയാണ് അടയാളപ്പെടുത്തുന്നത്. പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായി റഷ്യയും ഇറാനും പങ്കിട്ട താല്പര്യങ്ങളെയും പരസ്പര സഹായത്തെയും അടിസ്ഥാനമാക്കി
തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു വഴി തുറന്നിട്ടിരിക്കുന്നു. ഈ പുതിയ കൂട്ടുകെട്ട് ആഗോള രാഷ്ട്രത്തിന്റെ ഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് വരും വർഷങ്ങളിൽ ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കും.